വീട്ടുജോലി കൂടാതെ അത്യാവശ്യ തിരക്കുള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ക്ലീനിങ്ങിന് ഒരു മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഗുണവും അതിൻ്റെ പോരായ്മയും എന്താണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഡസ്റ്റ്ബിനും വാട്ടർ ടാങ്കും എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. അത് മാനുവലാണ്. അത് നമ്മൾ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യണം. എന്നുവെച്ചാൽ പൊടി ഒത്തിരി വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കളയണം. വാട്ടർ ടാങ്ക് ആണെങ്കിൽ മോപ്പിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ടാങ്ക് നിറച്ചും കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പോരായ്മയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്യുവർ വാട്ടർ മാത്രമേ ഇതിനകത്ത് ഒഴിക്കത്തുള്ളൂ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്മെല്ലുണ്ടാകും. ആ സ്മെല്ല് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു സൂത്രമാണ്, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സ്മെല്ലുള്ള നല്ല പെർഫ്യൂമിങ് സ്മെല്ലുള്ള ഒരു ലോഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടി അങ്ങ് തൂക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉളുമ്പ് പോലത്തെ ഒരു മണം ഉണ്ടാവുമല്ലോ നമ്മൾ ക്ലീനിങ് കഴിയുമ്പോൾ. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ പൊടി നന്നായിട്ട് പോരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ സെറ്റിങ്സിലേക്ക് പറയാം കേട്ടോ. ഇതിനകത്ത് സെറ്റിങ്സ് നമ്മുടെ ഫോണിലാണ് ഇതിൻ്റെ മൊത്തം ആകുന്നത്. ആദ്യം തന്നെ ഈ റോബോട്ടിക് നടന്ന് മൊത്തം നമ്മുടെ വീട് മൊത്തം ഒരു മാപ്പാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ അതിന് ഒരു സെപ്പറേറ്റ് ഭാഗം, ഇതിപ്പോൾ അതിനകത്ത് റൂം എത്രയാണോ സെലക്ട് ചെയ്തു എൻ്റർ അടിച്ച് കഴിയുമ്പോൾ അവിടുന്ന് തന്നെ അതിനൊരു ചാർജ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് അത് ഫുള്ള് മോപ്പിംഗ് ആണെങ്കിൽ മോപ്പിങ്, വാക്യൂം ആണെങ്കിൽ വാക്യൂം ചെയ്യും. ഇടയ്ക്ക് മോപ്പിങ്ങിനാണെങ്കിൽ കുറേ സമയം കൂടുതലെടുക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഫുൾ ടൈം തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് പോയി ഒന്നുകൂടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ ബാക്കി ഭാഗത്തേക്ക് വീണ്ടും ഒന്നുകൂടെ എൻ്റർ അടിച്ച് വിട്ടാൽ മാത്രമാണ് പോകുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് അത് പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ആ ഡസ്റ്റ്ബിൻ ടാങ്കാണിത്. ഡസ്റ്റ്ബിൻ ടാങ്കിൽ നിന്ന് ആ ഡസ്റ്റ് എല്ലാം കൂടി എടുത്ത് നമ്മൾ പുറത്ത് കളയണം. പിന്നെ വാട്ടർ ടാങ്കിലാണെങ്കിൽ നമ്മൾ വെള്ളം നിറച്ചും കൊടുക്കണം. ഈ രണ്ട് ഇതേ ഉള്ളൂ നമുക്കുള്ളത്. അപ്പം എന്നാലും ഇത് ഞങ്ങളുടെ എന്ന് പറയുന്നത് എക്കോവാക്ക് ഡിബോട്ട് N20 Pro എന്ന് പറഞ്ഞ ഒരു മെഷീനാണിത്. ഇതിന് 27,000 രൂപയാണ് അന്ന് കൊടുത്തത്. ഇപ്പോൾ ഒരു 5-6 മാസമായി കേട്ടോ. ഇപ്പം ആമസോണിൻ്റെയൊക്കെ ഓഫറൊക്കെ വരുന്ന സമയത്ത് ഈ താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. പിന്നെ എനിക്ക് നോക്കുമ്പം അത്യാവശ്യം പ്രയോജനമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല പെർഫെക്റ്റാണ്. ഒരു പൊടി നമ്മൾ ചൂലയിലൊക്കെയാണെങ്കിൽ കുറേ പൊടികളൊക്കെ വരും. ഇത് വെള്ളം ഒഴിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ്ങിൽ ഒരു പൊടി ഉണ്ടാവില്ല, ഫുള്ള് കൊണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളുടെ കഴിഞ്ഞ ദിവസത്തെ കമ്മലിൻ്റെ ചങ്കുതിരിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു ക്ലീനിങ്ങിന് മുമ്പായിട്ട് തറയിലെ വലിയ വലിയ സാധനം വയറുകൾ അങ്ങനെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റണം. പിന്നെ കസേരകളൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീനിങ് നടക്കും കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കൂടുതൽ സമയവും എടുക്കും. ഞാൻ പ്രീത ചേച്ചി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ